ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള CK ടൈറ്റസ് അച്ഛൻ, IA വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരുമിച്ച് വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ത്രിയേക ദൈവം നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ടത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 10 to 17. ചില വാക്യങ്ങൾ നമ്മുടെ ധ്യാനത്തിന് സഹായകരമായിരിക്കും. ആമുഖമായിട്ട് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 13-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 14-ാമത്തെ വാക്യം. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവേൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ നീ അവിടുന്ന് നൽകിത്തരുന്ന അവസരത്തിനായിട്ടും സമയത്തിനായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയ കർത്താവെ, പ്രത്യേകിച്ച് നിൻ്റെ വചനം എന്നും ഞങ്ങൾക്ക് നൽകിത്തരുന്ന പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. നിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകിത്തരുന്ന ഉൾക്കാഴ്ചകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ തിരുത്തുവാൻ ഈ വചനത്തിന് കഴിഞ്ഞ നാളുകളിൽ സാധ്യമായി തീർന്നിട്ടുണ്ടല്ലോ. ഇന്നും വചനം കേൾക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വചനം സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നതായിട്ടുള്ള നിൻ്റെ പ്രിയ ജനവും, പ്രിയ കർത്താവേ, നിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുത്തുവാൻ തക്കോണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നോമ്പിൻ്റെ കാലഘട്ടത്തിലാകുന്നുവല്ലോ, ആത്മശോധന ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ ഇടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, അടിയനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നൽകി തന്നതായിട്ടുള്ള ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം വാക്കും ശബ്ദവും നീ അവിടുന്ന് നൽകി തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. വന്ന് ചേർന്നിരിക്കുന്ന നിൻ്റെ ജനം, കർത്താവെ, ഏത് വചനമാകുന്നു ആവശ്യം എന്ന് നീ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഓരോരുത്തർക്കും നീ അവിടുന്ന് വിളമ്പിക്കൊടുക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൂരെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. തടസ്സങ്ങളില്ലാതെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങളും നിൻ്റെ കൃപയാൽ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സർപ്രൈസ് ഇറ്റ് ഹോൾ എന്ന് പറയുന്നതായിട്ടുള്ള സുവിശേഷകൻ ആഫ്രിക്കയുടെ പ്രദേശങ്ങളിൽ ഏറെ നാളുകളായിട്ട് ശുശ്രൂഷകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് ഇടയായി തീർന്നു. ഏകദേശം 7000-ൽ പരം ദേവാലയങ്ങൾ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ ഇടയായി തീർന്നു. ദേവാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ദേവാലയങ്ങൾ പോലെ ബാഹ്യമായ സ്ട്രക്ചേഴ്സ് കാണത്തില്ല. എന്നാൽ പോലും 7000-ൽ അധികം അത്തരത്തിലെ ഇടവകകൾ സ്ഥാപിക്കുവാൻ തക്കോണം, പള്ളികൾ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കോണം സാധ്യമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ആഫ്രിക്കയും ഈ പറയുന്നതായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയും ഇത്രയും അധികം അത്ഭുതങ്ങൾ നടക്കുമ്പോൾ വെസ്റ്റിൽ എന്തുകൊണ്ടാണ് ഇടവകകളിൽ അത്ഭുതം, സൗഖ്യം കാണുവാൻ തക്കോണം ഇടയായി തീരാത്തത്? അദ്ദേഹം കൊടുത്ത മറുപടി വളരെ ബ്യൂട്ടിഫുള്ളാണ്. അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് ബിക്കോസ് ഇൻ ആഫ്രിക്ക പീപ്പിൾ ഹാവ് സിമ്പിൾ ഫെയ്ത്ത്. ഒറ്റ കാരണമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത്ഭുതം നടക്കുന്നത്, എന്തുകൊണ്ടാണ് സൗഖ്യദായ ശുശ്രൂഷകൾ നടക്കുന്നത്? ബിക്കോസ് ദ പീപ്പിൾ ഓവർ ദെയർ ഹാവ് സിമ്പിൾ ഫെയ്ത്ത്. എന്നിട്ട് കുറച്ചും കൂടെ അദ്ദേഹം ആഡ് ചെയ്തു, വെസ്റ്റിലുള്ളവർ, ആ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പീപ്പിൾ തിങ്ക് they are too clever and sophisticated to simply believe and accept God's word, and so they question everything.
അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത്, കൂടുതൽ അറിവ് ഈ ലോകത്തെക്കുറിച്ച് നേടുന്നതായിട്ടുള്ള സമയത്ത്, അറിഞ്ഞോ അറിയാതെയോ നമ്മളും കുറച്ചും കൂടൊക്കെയും ചോദ്യങ്ങൾ ചെയ്യുവാനും, കുറച്ചും കൂടൊക്കെയും നമ്മുടെ ലോജിക് ഉപയോഗിക്കുവാനും, കുറച്ചും കൂടൊക്കെയും നമ്മുടെ റീസണിങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന സാധാരണക്കാരനുള്ളതായിട്ടുള്ള ഈ സിമ്പിൾ ഫെയ്ത്ത് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകും. തമാശക്കായാലും സൗമ്യ ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മുൻപോട്ട് ഇനിയും പഠിക്കാൻ പോകല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താണ് പഠിക്കാൻ പോകണ്ടാത്തത്? അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ ആയതുകൊണ്ട് ഏത് രീതിയിലാണ് ആളുകൾ ഇതിനെയൊക്കെ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എടുക്കണ്ട എന്ന് പറയുന്നത്? അപ്പോൾ സാധാരണ രീതിയിലാണ്, അതും എല്ലാം ബ്രാക്കറ്റിലാണ്, തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കല്ല. ഈ ഒത്തിരി പഠിപ്പമുള്ളവർ വന്ന് ലെക്ചർ നൽകുമ്പോഴും പ്രസംഗം ചെയ്യുമ്പോഴും സാധാരണക്കാരനായ ജനത്തിന് പലപ്പോഴും ഒന്നും മനസ്സിലാകാൻ സാധ്യമായി തീരുന്നില്ല. സിമ്പിൾ തലത്തിൽ പറയുവാൻ തക്കോണം, മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കോണം സാധാരണ ഇടയായി തീരത്തില്ല. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന സ്പെഷ്യൽ കുർബാനയിൽ നമ്മുടെ പള്ളിയിലുള്ള ഒരു പ്രിയപ്പെട്ട ആൻറ്റി എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു സ്വകാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു ആൻറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ തെറ്റായ രീതിയിൽ ഇതിനെ എടുക്കല്ലേ. ഞാൻ പറഞ്ഞു, എടുക്കത്തില്ല, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്നോട് ആൻറ്റി പറഞ്ഞു, അച്ഛാ വളരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് 2-3 പേര് എന്നോട് പറഞ്ഞത്. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ്, അല്ലാതെ അങ്ങനെ ക്രിട്ടിക്കൽ മൈൻഡോടല്ല പറഞ്ഞത്. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ അകത്ത് ഒത്തിരി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് പലപ്പോഴും അവർക്കത് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു പരിധിക്കപ്പുറം എനിക്ക് സാധ്യമായി തീരുന്നില്ല. ഇനിയും ശ്രമിച്ചിട്ടും കാര്യമില്ല, 1.5 മാസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതൊക്കെയും വായുവിൽ പോയി. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴൊക്കെയും നമ്മുടെ ഇൻ്റലക്ച്വൽ നോളജ് കൂടുന്നതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ ചില പ്രവർത്തനങ്ങളും അവിടെയൊക്കെയും അതിനെ നമ്മൾ റീസണിങ് ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മുടെ ലോജിക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇന്ന് സഭയായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹീലിംഗ് ത്രൂ വർഷിപ്പ്, ആരാധനയിലൂടെയുള്ള വിടുതൽ. ഈ 2 വാക്കിനും വ്യത്യാസമുണ്ടെന്നാണ്. ഇനി എൻ്റെ മലയാളത്തിലുള്ള പരിചയക്കുറവാണോ എന്നെനിക്കറിയത്തില്ല. ഹീലിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വിടുതൽ എന്നാണ്. എന്നിരുന്നാലും സൗഖ്യദായ ശുശ്രൂഷകൾ വേദപുസ്തകത്തിലെ നമ്മൾ ഓരോന്നും പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ സൗഖ്യദായ ശുശ്രൂഷകൾക്ക് നമ്മൾ നമ്മുടെ ലോജിക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ റീസണിങ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അതിനൊന്നും ഒരു അർത്ഥവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധ്യമായി തീരത്തില്ല. എന്നാൽ സിമ്പിൾ വിശ്വാസത്തോടുകൂടെ ഈ പറയുന്നതായിട്ടുള്ള സൗഖ്യദായ ശുശ്രൂഷകളെ നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഒരു പക്ഷെങ്കിൽ ഈ സൗഖ്യദായ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിക്കാൻ തക്കോണം സാധ്യമായി തീരത്തുള്ളൂ. വാൾട്ടർ ബ്രൂഗമൻ എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെൻറ്റ് സ്കോളർ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ട് കാണും. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പേരാകുന്നു വാൾട്ടർ ബ്രൂഗമൻ എന്ന് പറയുന്ന ഒരു പേര്. അദ്ദേഹം വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 പഴയ നിയമത്തെ വേർതിരിച്ചിരിക്കുന്നത്. ദ തോറ, ആദ്യത്തെ 5 പുസ്തകം, ദ പ്രൊഫറ്റിക് ബുക്സ് ആൻഡ് ദ വിസ്ഡം ലിറ്ററേച്ചർ. ഈ 3 രീതിയിലാണ് പഴയ നിയമത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനലോജി അല്ലെങ്കിൽ ഒരു സിംബോളിസം ഒരു റിലിജ്യനുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വളരെ അർത്ഥവത്താണ്. അദ്ദേഹം പറയുന്ന ആദ്യത്തെ സ്റ്റേജ് റിലീജിയനിൽ ഒരാളുടെ മതത്തിൽ അല്ലെങ്കിൽ മതത്തിലേക്ക് ചേരുമ്പോഴോ ഉണ്ടാകേണ്ട ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തോറ എന്നാണ്. ആദ്യത്തെ 5 പുസ്തകം. അത് അദ്ദേഹം പറയുന്നത് റിലീജിയൻ ആസ് എ ബിലോങ്ങിങ് സിസ്റ്റം. ആദ്യത്തെ 5 പുസ്തകം വായിക്കുന്നതായിട്ടുള്ള സമയത്താണ് ഇസ്രായേൽ ജനത്തെ ഇതാ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി, എന്നുള്ള ഒരു ബിലോങ്ങിങ്നെസ് അവർക്ക് ലഭിക്കാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മതത്തിൽ നമ്മൾ ചേരുമ്പോഴും ഈ തരത്തിലെ ഒരു ബിലോങ്ങിങ്നെസ് വളരെ അത്യാവശ്യമാണ്. പക്ഷെങ്കിൽ അത് മാത്രം കൊണ്ട് കാര്യമില്ല. പ്രൊഫറ്റിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് പ്രൊഫറ്റ്സ് ചെയ്തതായിട്ടുള്ള ഏറ്റവും അർത്ഥവത്തായ ഒരു ശുശ്രൂഷയായിരുന്നു ദേ ക്രിട്ടിസൈസ്ഡ് തിങ്സ് ദാറ്റ് വർ നോട്ട് റൈറ്റ്. അതുകൊണ്ട് തന്നെ വാൾട്ടർ ബ്രൂഗമൻ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു ജീവിത തലം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു റിലിജ്യനിൽ മാത്രമായിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല.
ഒരു മർത്തോമക്കാരൻ എന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെയോ പ്രവാചകന്മാരെ പോലെ യു നീഡ് ടു സെൽഫ് ക്രിട്ടിസൈസ് യുവർ സെൽഫ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ ആൻഡ് ദ നീഡ് ഫോർ ഗോഡ്. നീ ആരാകുന്നു എന്നുള്ളൊരു ബോധ്യവും ആ ബോധ്യം നിനക്കുണ്ടാകുമ്പോൾ ദൈവത്തിന് നിനക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടാകാൻ ഇടയായിത്തീരും. പക്ഷെങ്കിൽ ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി ഓറിയൻറ്റഡ് ടുവേഴ്സ് അതേഴ്സ് റാദർ ദാൻ മൈസെൽഫ്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എൻ്റെ ശുശ്രൂഷകളെ ഞാൻ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യുവാനോ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് എവിടെ വീഴ്ച വന്നെന്നോ എന്നൊന്ന് പരിശോധിക്കുവാൻ ഞാൻ ശ്രമിക്കാതെ ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ എവിടെയാണോ വീഴ്ച വന്നിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുമ്പോൾ, ഇവിടെ ഒരു റിലിജ്യനിൽ ഞാൻ വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാകുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതോടൊപ്പം വളരെ പ്രധാനമായിട്ട് വേണ്ടിയ ഒരു സംഭവമാകുന്നു ഇത്തരത്തിലെ ക്രിട്ടിസൈസിങ് വൺ സെൽഫ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ, വേർ യു ആർ. രണ്ടാമത്തെ തലം. മൂന്നാമത്തേത് വിസ്ഡം ലിറ്ററേച്ചറാണ്. അത് അദ്ദേഹം പറയുന്നത് ഈ വിസ്ഡം ലിറ്ററേച്ചർ ശരിയായ രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിയുകയാണെങ്കിൽ then happens the death to your ego. നീ ആരാകുന്നു, നിന്റെ അഹംഭാവം എന്താകുന്നു, അതിൻ്റെ ഒക്കെയും ഒരു മരണം അവിടെ സംഭവിക്കുവാൻ തക്കോണം ഇടയായി തീരുകയാണ്. എപ്പോഴാണ്? സങ്കീർത്തനങ്ങൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ദാവീദിന്റെ ബ്യൂട്ടിഫുൾ സങ്കീർത്തനങ്ങൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ അവിടെ ഒറ്റ കാര്യമാണ് പറയുന്നത്, ഞാൻ ചിലതൊക്കെയും എന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയും ആയിരുന്നു എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെയും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതാ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എൻ്റെ അഹംഭാവം എല്ലാം ഇവിടെ നഷ്ടമായിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു മർത്തോമക്കാരൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലെ ഒരു വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലെ സൗഖ്യദായ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുവാൻ തക്കോണം ഇടയായി തീരത്തുള്ളൂ. ഇന്നൊരു പക്ഷെങ്കിൽ ആ അത്ഭുതങ്ങൾ നടക്കാൻ ഇടയായി തീരാത്തതിൻ്റെ ഒരു കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് എവിടെയോ നമുക്ക് സാധ്യമായി തീർന്നിട്ടില്ല. 3 ചെറിയ ചിന്തകൾ മാത്രം വേഗത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 3 ചെറിയ ചിന്തകൾ. ഒന്ന്, ഈ വേദഭാഗം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒന്നാമതായിട്ട് ഈ ഒരു വേദഭാഗം നമ്മളോട് പറയുന്നത്, ഈസ് ഇറ്റ് ഫോഴ്സ് ഓഫ് സർക്കംസ്റ്റാൻസ് ഓർ ഈസ് ഇറ്റ് ഫോഴ്സ് ഓഫ് ചർച്ച് ഗോയിങ്? ഈ ഒരു സ്ത്രീയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ സ്ത്രീ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. സാഹചര്യങ്ങളുടെ ഫോഴ്സ് കൊണ്ടാണോ ഇന്ന് ഞാൻ ചിലത് ചെയ്യുന്നത്? യഥാർത്ഥമായിട്ട് എനിക്ക് ഇന്ന് ദേവാലയമായിട്ടുള്ളൊരു ബന്ധം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണോ ഇന്ന് ഞാൻ ചിലതൊക്കെയും ചെയ്യുന്നത്? വേദപുസ്തകത്തിൽ ഈ സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എവിടെ നിന്ന് വന്നു, വിധവയാണോ, തന്നെയാണോ താമസിക്കുന്നത്, കുടുംബമുണ്ടോ, ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചിലതൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിലതെല്ലാം അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ സർക്കംസ്റ്റാൻസസ് ആണ്, അവളുടെ സാഹചര്യങ്ങളാണ്. ഒന്നാമത് ഈ വേദഭാഗം പറയുന്നത് ഷീ വാസ് ഫിസിക്കലി അഫ്ലിക്റ്റഡ്. 18 സംവത്സരമായി കൂനി നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീ. ഷീ വാസ് ഫിസിക്കലി അഫ്ലിക്റ്റഡ്. കൂനി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു പ്രയാസപ്പെട്ട ഒരു ജോലിയാണ്. 18 സംവത്സരമായിട്ട് ഇതുപോലെ തന്നെ ആയിരിക്കുന്നു. 18 years ബെൻറ്റ് ബാക്ക്. എത്രമാത്രം പ്രയാസം ഉണ്ടാകും എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഒരിക്കൽ പോലും ആളുകളുടെ മുഖം നോക്കാൻ സാധ്യമായി തീർന്നിട്ടില്ല. ഇന്ന് മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ കണ്ണാടിയും ഫോർഹെഡും കാണുമ്പോൾ പലരും ആരാകുന്നു എന്ന് പറയാൻ തക്കോണം പല നാളുകളോണ്ടുള്ള പരിചയം കൊണ്ട് സാധ്യമായി തീരും. പക്ഷെ ആ കൂനിയായ സ്ത്രീക്ക് പറ്റത്തില്ല. പക്ഷെങ്കിൽ അവൾ ചെരുപ്പ് നോക്കി പറയാമായിരിക്കും, ഈ ആൾ ഇതാകുന്നു, ഈ ആൾ ഇതാകുന്നു. കാരണം അവളുടെ നോട്ടം ചെരുപ്പിൽ മാത്രമാണ്. ഷീ വാസ് ഫിസിക്കലി അഫ്ലിക്റ്റഡ് എന്ന് വേദപുസ്തകം പറയുന്നു. വൺ ഓഫ് ദ സർക്കംസ്റ്റാൻസ്. സെക്കൻഡ്, ഷീ വാസ് ഇമോഷണലി സഫറിങ്. വികാരപരമായിട്ടും അവൾ തീർച്ചയായിട്ടും സഫർ ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിൽ അത് ലിറ്ററലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഫിസിക്കലായിട്ട് അഫ്ലിക്ഷൻ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലായിട്ടുള്ള ഒരു വികാരപരമായിട്ടുള്ള ഒരു പ്രയാസമേറിയ സാഹചര്യം അത് വളരെ സാധാരണയാണ്. നമുക്കൊരു തലവേദന ഉണ്ടാകുമ്പോഴും നമുക്കൊരു മുട്ടുവേദന ഉണ്ടാകുമ്പോഴും നമ്മൾ ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമുള്ള പെരുമാറ്റത്തിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. നമ്മൾ ഇമോഷണലി അങ്ങ് ഡ്രെയിൻഡ് ആകുകയാണ്. ഇമോഷണലി നമുക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുകയാണ്. തീർച്ചയായിട്ടും ഈ സ്ത്രീക്കും അതുണ്ടായിട്ടുണ്ട്. ഷീ വാസ് സ്പിരിച്വലി അറ്റാക്ഡ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ രോഗം വരിക എന്ന് പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലെ പ്രയാസങ്ങൾ വരിക എന്ന് പറയുന്നത് എന്തോ അവൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് അവൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് സ്പിരിച്വലിയും ഷീ വാസ് അറ്റാക്ഡ്. എന്നാൽ ഈ സാഹചര്യങ്ങൾ അവൾക്കുണ്ടാകുമ്പോൾ കർത്താവ് അവൾക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിലുണ്ട്.
ആദ്യത്തെ ഭാഗത്ത് 18 സംവത്സരമായിട്ട് കൂനി നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴും ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോഴും വീണ്ടും കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രാഹിമിൻ്റെ മകളായ ഇവളെ, 16-ാമത്തെ വാക്യം, കർത്താവ് പറയുന്നത് ഈ കണ്ടീഷൻസ് എല്ലാം അവൾ ഉണ്ട് എങ്കിൽ പറഞ്ഞാൽ പോലും അവൾ ആരാകുന്നു എന്നതിൻ്റെ ഒരു യുക്തമായ ഒരു ബോധ്യം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ 18 സംവത്സരവും ഒരു പക്ഷെങ്കിൽ ദേവാലയത്തിൽ നിന്ന് വിട്ട് ഈ സ്ത്രീ കഥാപാത്രം നിന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അബ്രഹാമിൻ്റെ ജീവിതം നമുക്കറിയാം, അത് ഞാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഹോപ്പ് ഇല്ലാത്ത സമയത്ത്, പ്രത്യാശ ഇല്ലാത്ത സമയത്ത് പ്രത്യാശിക്കുവാൻ തക്കോണം പിതാവായ അബ്രഹാമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 18 സംവത്സരമായിട്ട് സൗഖ്യം ലഭിക്കാത്ത അവസരമാണെങ്കിൽ പോലും ഈ 18-ാമത്തെ സംവത്സരങ്ങളിലും ദേവാലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. യെസ്, വൺ ഡേ ഐ വിൽ ബി ഹീൽഡ്. ഒരു ദിവസം എനിക്ക് സൗഖ്യം കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല. വെറുതെ വാചകങ്ങൾ കർത്താവ് പറയാറില്ല. അവളെ വിളിച്ചിരിക്കുന്ന പേര് അബ്രഹാമിൻ്റെ മകൾ എന്ന് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം വിശ്വാസത്തോടുകൂടെ തന്നെ ആയിരിക്കുന്നു ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് എന്നതിൻ്റെ വലിയ ഒരു തെളിവാകുന്നു. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇന്ന് ഞാൻ ദേവാലയത്തിൽ വരുന്നതും വരാതിരിക്കുന്നതും എന്ത് കാരണം കൊണ്ടാണ്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഇസ് ഡ്രൈവിംഗ് മീ ടു കം ടു ചർച്ച്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഇസ് ഡ്രൈവിംഗ് മീ നോട്ട് ടു കം ടു ചർച്ച്? ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ COVID-19 പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ലൈസൻസായി പള്ളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥനയിൽ പോകാതിരിക്കാൻ വേണ്ടി. ആർക്കും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ജോലി തിരക്ക് കൂടുതലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെ ഒന്നും ഞാൻ അണ്ടർലൈൻ ചെയ്തല്ല ഞാൻ ഇതൊന്നും സംസാരിക്കുന്നത്. എന്നാൽ അവിടെയൊക്കെയും ഈ സർക്കംസ്റ്റാൻസസിനെ മറികടന്നുകൊണ്ട് 4 ആഴ്ചയിൽ ഒരാഴ്ചയെങ്കിലും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാകുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ പോയി ആരാധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവും താല്പര്യവും എവിടെയോ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് വലിയ ഒരു സംശയമാണ്. മറ്റെല്ലായിടങ്ങളിലും നമ്മൾ പോകുന്നുണ്ടല്ലോ. മീൻ വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ഇറച്ചി വാങ്ങിക്കാൻ പോകുന്നുണ്ട്, പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നുണ്ട്, മരുന്ന് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ പള്ളിയിൽ കയറിയാൽ മാത്രം ഇതാ കൊറോണ ബാധിക്കും എന്ന് ചിലർക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇടവക മിഷന്റെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ എബനേസർ മാർത്തോമ പള്ളിയിൽ വന്നാലാണ് കോവിഡ് വരുന്നത് എന്ന്. കാരണം ചിലരെ ഞാൻ ഇവിടെ ആരാധനയിൽ കണ്ടിട്ടേ ഇല്ല. എന്നാൽ ആ ചിലരെ ഭദ്രാസനത്തിൻ്റെ ചില പരിപാടികളിലും മെത്രാപ്പൊലിത്തായും നമ്മുടെ ബർണബാസ് തിരുമേനിയും വരുന്ന പരിപാടികൾ കാണാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ചിലപ്പം മെത്രാപ്പൊലിത്ത ഒക്കെ അല്ലേ, അപ്പോൾ കോവിഡൊക്കെ മാറിപ്പോകുമായിരിക്കും. ഭദ്രാസന എപ്പിസ്കോപ്പ അല്ലേ, അപ്പോൾ അത് അടുക്കത്ത് പോലും ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ വരുന്നത്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഇസ് ഡ്രൈവിംഗ് മീ ടു കം ടു ചർച്ച്? എന്തിനാണ് ഞാൻ ദേവാലയത്തിലേക്ക് വരുന്നത്? എൻ്റെ സാഹചര്യങ്ങൾ ഏത് സാഹചര്യങ്ങളായാലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിലനിൽക്കുവാൻ തക്കോണമുള്ള ഒരു ആഗ്രഹവും താല്പര്യവും എൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഈ സ്ത്രീ കഥാപാത്രം നമ്മളോട് ചോദിക്കുകയാണ്. എന്ത് മറുപടി നമുക്ക് പറയാനായിട്ട് സാധ്യമായി തീരും? ഫോഴ്സ് ഓഫ് സർക്കംസ്റ്റാൻസ് ഓർ ഫോഴ്സ് ഓഫ് ചർച്ച് ഗോയിങ്? 2, റിലീജിയസ് പ്രോട്ടോകോൾ ഓർ റിലേഷണൽ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്നുള്ള വാക്ക് കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ വാക്കാണ്. ഇന്നും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഏത് പൊതുപരിപാടി നടന്നാലും അച്ഛന്മാർ ഞങ്ങൾ പറയുന്ന ഒരു വാചകമാണ്, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങൾ ഇരിക്കുക. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഈ ശുശ്രൂഷ എല്ലാം നടക്കുന്നത്. ഇവിടെ നടന്ന ഈ സംഭവത്തിൻ്റെ അകത്തും ഒരു പ്രോട്ടോകോളിൻ്റെ ലംഘനമാണ് എന്ന് ഒരാൾ അവകാശപ്പെടുമ്പോൾ മറ്റേ ആൾ പറയുകയാണ് യാതൊരു തരത്തിലെ ലംഘനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന്. രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദ റിലീജിയൻ പ്രോട്ടോകോൾ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ മറ്റൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് ദ റിലീജിയസ് പ്രോട്ടോകോൾ ബട്ട് ഇറ്റ് ഈസ് ദ റിലേഷൻ പ്രോട്ടോകോൾ വിച്ച് ഈസ് ഓഫ് മോർ ഇമ്പോർട്ടൻറ്റ്. ശബത്ത് നാളിൽ നടന്ന ഒരു സംഭവം, ഒരു സീക്രട്ട് സ്പേസിൽ ദേവാലയത്തിൽ വെച്ച്, സിനഗോഗിൽ വെച്ച്, ഒരു സീക്രട്ട് ടൈമിൽ ശബത്ത് ദിവസത്തിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ, റിലീജിയസ് പ്രോട്ടോകോളിനെ ആൾ പറയുന്നു ദിസ് ഈസ് റോങ്. വേദപുസ്തകത്തിൽ ശബത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 2 ഇടത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരും. ആദ്യം നമ്മൾ കാണുന്നത് സൃഷ്ടി പ്രക്രിയയിലാണ്. 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു, ഹി ടുക്ക് റെസ്റ്റ്. രണ്ടാമത് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ ശബത്തും ഈ ശബത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ശബത്ത്, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഓൾ, എല്ലാവർക്കും. ധനികനായാലും പാവപ്പെട്ടവനായാലും
ആടുകളായാലും എന്തൊക്കെ ആയാലും ഏത് ലാൻഡ് ആയാലും എന്തിനും ഒരു റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ശബത്തിന് രണ്ട് അർത്ഥമുള്ളൂ. ഒന്ന് റെസ്റ്റ്, രണ്ട് റീക്രിയേഷൻ, പുനർജീവനം. ഒന്ന് വിശ്രമം, രണ്ട് പുനർജീവനം, അല്ലെങ്കിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഈ കഥയ്ക്കകത്ത് ഹൂ നീഡഡ് ഇറ്റ് ദ മോസ്റ്റ്? ഇറ്റ് വാസ് നൺ അതർ ബട്ട് ദിസ് വുമൻ ഹു വാസ് ബെന്റ്. ഈ കൂനിയായ സ്ത്രീ എല്ലാവർക്കും, വേറെ ആർക്കും ഇത് ആവശ്യമില്ല. അത് തന്നെയാകുന്നു കർത്താവ് അവിടെ നൽകി കൊടുത്തിരിക്കുന്നത്. കർത്താവ് പറയുന്നത് പള്ളിക്കകത്ത് ഈ പറയുന്ന ശബത്ത് മാത്രമല്ല ഹോളി, പള്ളിക്കകത്ത് ഇരിക്കുന്ന ആളുകളും ഹോളിയാണ് എന്നുള്ളൊരു ബോധ്യം അറിഞ്ഞോ അറിയാതെയോ ആ പള്ളിയിലെ പട്ടക്കാരൻ മറന്നുപോയി. പള്ളി ഹോളിയാണ് എന്നവർ പറയുന്നു. ഈ പറയുന്ന ആളുകളുടെ ആടുമാടുകൾ ഹോളിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആരാധിക്കാൻ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് വ്യക്തമായ ഒരു ബോധ്യമില്ല ഈ വന്നിരിക്കുന്ന ആളുകൾ ഹോളിയാണോ അല്ലയോ. അവിടെയാണ് കർത്താവ് കറക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ റിലീജിയസ് പ്രോട്ടോകോൾ ദാറ്റ് യു നീഡ് ടു ഫോളോ. Along with the religious protocol, if you don't have the relation protocol, then all your worship is futile. അത് വ്യർത്ഥമാണ്. അത് യാതൊരു ഉദ്ദേശവുമില്ല. അത് ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഞാൻ ജപിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ, ഞാൻ പറയുന്നതായിട്ടുള്ള ആരാധനകൾ, ഇനി എടുക്കാൻ പോകുന്നതായിട്ടുള്ള കുമ്പിടിയിൽ ഇതുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഈ ജീവിക്കുന്ന ലോകത്തിൽ എനിക്ക് ഇല്ലാത്ത പക്ഷം ഉള്ളിടത്തോളം ഈ പറയുന്നത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫോഴ്സ് ഓഫ് സർക്കംസ്റ്റാൻസ് ഓർ ഫോഴ്സ് ഓഫ് ചർച്ച് ഗോയിങ്, രണ്ട് റിലീജിയസ് പ്രോട്ടോകോൾ ഓർ റിലേഷണൽ പ്രോട്ടോകോൾ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പവർ ഫോർ കൺട്രോൾ ഓർ പവർ ഫോർ കമ്പാഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അധികാരം? ഫോർ വാട്ട് ഡു ഐ നീഡ് പവർ? ഈസ് ഇറ്റ് പവർ ടു കൺട്രോൾ ഓർ ഈസ് ഇറ്റ് പവർ ഫോർ കമ്പാഷൻ? ഭയങ്കര രസമല്ലേ? നിങ്ങളിത് അങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കർത്താവിനൊരു പള്ളിയിൽ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ പള്ളിയിൽ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റസ് അച്ഛൻ്റെ അനുവാദമില്ലാതെ ഈ പള്ളിയിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ പള്ളിയിൽ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്നതായിട്ടുള്ള റൂളറിൻ്റെ അനുവാദമില്ലാതെ അവിടെ പള്ളി പ്രസംഗം ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കൊടുത്തതാണ്, ഒരു അവസരം കൊടുത്തതാണ്, നീ ഒന്ന് പ്രസംഗിക്കുക. പക്ഷെങ്കിൽ കർത്താവ് അല്പം അതിക്രമം കാണിച്ചു. പ്രസംഗം വരെയൊക്കെ ശരിയാണ്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊള്ളാം, എവറിത്തിങ് ഈസ് റൈറ്റ്, എവറിത്തിങ് ഈസ് ഗുഡ്. പക്ഷെ അത് കഴിഞ്ഞ് ചെയ്തതായിട്ടുള്ള സംഭവം, അത് ഈ പറയുന്നതായിട്ടുള്ള റൂളറിനെ, ആ പ്രമാണിയെ അത്രത്തോളം ഗ്രസിപ്പിച്ചില്ല. ഇതുവരെ നടക്കാത്ത ഒരു സംഭവം, ഇതുവരെ ഇത്തരത്തിലെ ഒരു കാര്യം കാണാത്തതായിട്ടുള്ള ഒരു സംഭവം. ഇതാ ഒരാൾ കയറി പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഒരാൾക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നാളെ തൊട്ട് വേണമെങ്കിൽ ഇടവക ജനം പറയുമല്ലോ, ജിജു അച്ഛ ഇനി അച്ഛൻ്റെ ആവശ്യമില്ല, ആ ആൾ തന്നെ മതി ഇവിടെ ചെയ്യാൻ എന്ന് വേണമെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മളൊന്ന് ചിന്തിച്ചാൽ ഏറ്റവും അധികം ഇൻസെക്യൂർ ആരാണെന്നറിയോ? ഏറ്റവും അധികം ഇൻസെക്യൂർ, ഏറ്റവും തലപ്പത്തിരിക്കുന്നവനാണ് ഏറ്റവും അധികം ഇൻസെക്യൂർ. നമ്മുടെ രാഷ്ട്രീയം എടുത്തു നോക്ക്, നമ്മുടെ സഭ എടുത്തു നോക്ക്, നമ്മൾ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഇടം എടുത്തു നോക്ക്. ഏറ്റവും അധികം ഇൻസെക്യൂർ ആയിട്ടുള്ള ആളുകൾ ആരാകുന്നു? തലപ്പത്തിരിക്കുന്ന ആളുകളായിരുന്നു. കാരണം എപ്പം വേണമെങ്കിലും ഈ കസാര പോകാം. അവനേക്കാൾ മെച്ചമായ ഒരാൾ കയറി വന്നിരിക്കുകയാണെങ്കിൽ ജനം പറയും, ഇനി നിങ്ങളെ വേണ്ട, ഞങ്ങൾക്ക് ഇവരെ മതി എന്ന്. നമ്മൾ പല അനുഭവങ്ങൾ നമുക്ക് തന്നെ കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്ന അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പവർ ഒരു ഭയങ്കര സംഭവമാണ്, അധികാരം ഒരു ഭയങ്കര സംഭവമാണ്. ഈ അധികാരം നമ്മുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ചിലർ ഈ പവറിനെ നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ദേഷ്യപ്പെടുക. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ ഇൻ പവർ. ചിലർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മളെ വളരെ നല്ലതായിട്ട് ഇന്നലെ ചിരിപ്പിച്ചിരിക്കും, പക്ഷെ പുറയുന്ന എപ്പോഴോ നമ്മുടെ ഒക്കെ വലിച്ച് താത്തു, നമ്മൾ പോലും അറിയത്തില്ല. അങ്ങനെയാണ് പല രീതിയിലാണ് പവറിനെ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ദേ വോണ്ട് ടു സ്റ്റാൻഡ്, അവർക്ക് നിലനിൽക്കണം. ഈ പറയുന്നതായിട്ടുള്ള റൂളറിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് ചെയ്ത ഈ ശുശ്രൂഷ ശരിയായില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഇവൻ തിരിച്ചു പറയുന്നത് കർത്താവിനോടല്ല പറയുന്നത്, പുരുഷാരത്തോടാണ് പറയുന്നത്. കാരണം കർത്താവിനോട് പറഞ്ഞാൽ വിവരം അറിയും. കർത്താവിനോട് തിരിച്ചവൻ മറുപടി പറയാനായിട്ട് പോയി. ഇവിടെ പറയുന്നുണ്ട്, അവൻ പുരുഷാരത്തോടാണ് അവൻ നോക്കി പറഞ്ഞത്, ഈ ദോഷം ഇത് ചെയ്യാൻ പാടില്ലല്ലോ, ദിസ് ഇസ് നോട്ട് സപ്പോസ് ടു ബി ഡൺ ടുഡേ. നമ്മളും അങ്ങനെയല്ലേ? എന്നേക്കാൾ കുറച്ചുകൂടെ ശക്തനായവൻ്റെ എതിരെ ഞാൻ ഒരിക്കലും ശബ്ദം ഉയർത്താറില്ല.
ഞാൻ ആരുടേതിരെയാണ് ശബ്ദം ഉയർത്തുന്നത്? എന്നോട് തിരിച്ചൊന്നും പറയത്തില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ മേൽ ശബ്ദമുയർത്തും. ഈ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവർക്കിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നിങ്ങളോട് ഞാൻ ഒരിക്കലും ഇതുവരെ ശബ്ദം ഉയർത്തിയിട്ടില്ലല്ലോ. കാരണം എനിക്ക് തോന്നുന്നില്ല ശബ്ദം ഉയർത്താനായിട്ട് പറ്റും. യു ഓൾ ആർ മച്ച് അബവ് മീ. പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ തിരിച്ച് ശബ്ദം ഉയർത്തത്തില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ശബ്ദം ഉയർത്തും. എൻ്റെ മക്കൾ എന്നോട് തിരിച്ച് പറയത്തില്ല ഈ പ്രായം വരെ എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് പറയും. ഈ റൂളറും നമ്മൾ നിന്ന് വലിയ വ്യത്യസ്തനൊന്നുമല്ല. ഇവനും ചെയ്തത് അത് തന്നെയാണ്. കർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായിട്ടുള്ള ആൻസർ അവന് കിട്ടിപ്പോയേനെ. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, എവിടെ നടക്കും സൗഖ്യം? ഈ ജിജോ അച്ഛൻ മാറാത്തടത്തോളം എവിടെ ഈ ഇടവയ്ക്ക് ഒരു സൗഖ്യം നൽകും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ ഇടവകയിൽ എന്തുകൊണ്ട് സൗഖ്യം നൽകുന്നില്ല, നമ്മുടെ സഭയിൽ എന്തുകൊണ്ട് സൗഖ്യം നൽകുന്നില്ല എന്ന് ചിലരൊക്കെയും ചോദിക്കുമ്പോഴും ഇന്ന് നമ്മളും മറ്റ് പലതിനെയും ഹോളിയായിട്ട് കൺസിഡർ ചെയ്തിരിക്കുമ്പോൾ, ഹോളിയായിട്ട് കൺസിഡർ ചെയ്യേണ്ടതിനെ എവിടെയെങ്കിലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ രീതിയിൽ മലയാളം വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസം കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ 2-2.5 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊമ്യോൻ പ്രാർത്ഥനയും സെദറ പ്രാർത്ഥനയും എല്ലാം 2 എണ്ണം മാത്രമാണ്. ഈ അടുത്ത സമയത്താണ് ഞാൻ വേറെ പ്രൊമ്യോനും സെദറയും, കാരണം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീണ്ടും ഇത് തന്നെ ചൊല്ലുക, 10 വർഷത്തോളം ആയില്ലേ, അവരും ചോദിക്കത്തില്ലേ ഇതൊക്കെ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് പരിശീലിക്കാമല്ലോ. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, തെറ്റുപറ്റിയാലും കുഴപ്പമില്ലല്ലോ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ച ഒരു സെദറ പ്രാർത്ഥനയാണ് ഞാൻ കഴിഞ്ഞ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചത്. അവിടെ ശുശ്രൂഷ എടുക്കുന്ന പട്ടക്കാരൻ പറയുകയാണ്, ആ പട്ടക്കാരൻ്റെ കുറവ് കാരണമാണ് പല അത്ഭുതങ്ങളും ഇവിടെ നടക്കാതെ പോയത്. അങ്ങനെയെങ്കിൽ ആ പ്രമാണിയെ പോലെ ഒരു പക്ഷെങ്കിൽ ഈ 2-2.5 വർഷക്കാലത്തെ ഒരു ശുശ്രൂഷയിൽ എൻ്റെ പല കുറവ് കാരണമാണ് എൻ്റെ പല ഇടവചനങ്ങൾക്കും സൗഖ്യം കിട്ടാതെ പോയത്. ഞാൻ ഒരു പക്ഷെങ്കിൽ ശുശ്രൂഷ ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ്, മറ്റു പലതിനെയും ഹോളി എന്ന് കൺസിഡർ ചെയ്തപ്പോഴാണ് എവിടെയോ ഈ ഒരു ശുശ്രൂഷ അർത്ഥവത്തായി തീരാതെ പോയത്. നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് സൗഖ്യം ലഭിക്കുന്നില്ല? ഹീലിംഗ് ത്രൂ വർഷിപ്പ്. എല്ലാ ആരാധനയും സൗഖ്യം നൽകുന്നതായിട്ടുള്ള ഒരു അനുഭവമാകുന്നു. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മടങ്ങിപ്പോകാൻ സാധിച്ചിട്ടുണ്ടോ? മനസ്സിൻ്റെ ഭാരം അല്പം കൂടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ഇവിടുന്ന് മടങ്ങിപ്പോകാൻ സാധിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെയും അസ്വസ്ഥപ്പെടുത്തി ഇവിടുന്ന് മടങ്ങിപ്പോകാൻ സാധിക്കും. അതും സൗഖ്യത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് ഞാൻ പറയുന്നത്. ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടണം. ഈ വേദഭാഗം നമ്മളോട്, ഈ സ്ത്രീ കഥാപാത്രം, ഈ റൂളർ, എല്ലാ കഥാപാത്രങ്ങളും നമ്മളോട് ചിലത് പറയുകയാണ്. വാട്ട് ഈസ് മൈ ഫോഴ്സ് ഓഫ് ഗോയിങ് ടു ചർച്ച്? ഈസ് ഇറ്റ് ഫോഴ്സ് ഓഫ് സർക്കംസ്റ്റാൻസ് ഓർ ഈസ് ഇറ്റ് ഫോഴ്സ് ഓഫ് ചർച്ച് ഗോയിങ്? ദൈവവുമായിട്ട് ആ ബന്ധം വേണ്ടിയത് കൊണ്ടാണ്. ഇന്ന് ഞാൻ എന്തിനാണ് കൂടുതൽ ഊനം നൽകുന്നത്? ഈസ് ഇറ്റ് റിലീജിയസ് പ്രോട്ടോകോൾ ഓർ ഈസ് ഇറ്റ് റിലേഷണൽ പ്രോട്ടോകോൾ? എന്തിനാണ് എനിക്കിന്ന് അധികാരം? ഈസ് ഇറ്റ് പവർ ടു കൺട്രോൾ ഓർ ഈസ് ഇറ്റ് പവർ ഫോർ കമ്പാഷൻ? എബ്രഹാം ജോഷുവ ഹെഷൽ എന്ന് പറയുന്ന റബ്ബായി, അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ബിബ്ലിക്കൽ സ്കോളറാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. When religion speaks out in the name of authority rather than with the voice of compassion, its message becomes meaningless. When religion speaks out in the name of authority rather than with the voice of compassion, its message becomes meaningless. ഈ കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ച പ്രസംഗങ്ങൾ അത് ഒരു അധികാരത്തിൽ, ഒരു അച്ഛനാണ് എന്നുള്ളൊരു അധികാരത്തിൽ മാത്രം ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ 100% ഷുവർ അതിനൊരു ഫലവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഞാൻ മാറണം, എൻ്റെ ഇടവക ജനം മാറണം എന്നുള്ള ഒരു മനസ്സിലാക്കലും ഒരു ആർദ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഉണ്ടാകാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ആ ഒരു വലിയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ത്രിയേക ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നീ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഓരോ നല്ല അനുഭവങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം.
നല്ല ഒരു ദേവാലയത്തിലിരുന്ന് നല്ല ശബ്ദത്തോടുകൂടെ കേൾക്കുവാൻ തക്കോണം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ സാധ്യതകൾ ഒരുക്കി തന്നപ്പോൾ ഞങ്ങൾ വെറും ചില ക്രിയകൾ ചെയ്തു പോവുകയായിരുന്നോ എന്ന് ഞങ്ങൾക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിപ്പാൻ ഇടയായി തീരണമേ. എന്തായിരുന്നു ഇടവകയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹവും താല്പര്യം? എന്തായിരുന്നു എന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവും താല്പര്യവും? കർത്താവേ, നീ ആയിരുന്നോ അതോ മറ്റു ചിലതായിരുന്നോ എന്നൊന്ന് ശോധന ചെയ്യുവാൻ നീ അവിടെ ഞങ്ങളെ ഇടയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. 18 സംവത്സരമായ കൂനിയായ സ്ത്രീയെ വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു, പോകാതിരിക്കാമായിരുന്നു. ഒത്തിരി സാഹചര്യങ്ങൾ ഒത്തിരി പ്രതികൂലമായിരുന്നു. എന്നാൽ ദേവാലയത്തിൽ വരുമ്പോൾ, നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, നിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ പ്രചോദനത്തിനായി അതിലൊക്കെയും ഉപരി കർത്താവെ, ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരു പക്ഷെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോവുകയാണ്. വലിയ വിശ്വാസം ഞങ്ങൾക്ക് വേണ്ട കർത്താവെ, സിമ്പിൾ ഫെയ്ത്ത്, സാധാരണമായ ഒരു വിശ്വാസം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ, നിന്നിൽ പ്രത്യാശിക്കുവാൻ, അബ്രഹാമിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ളൊരു വലിയ വിളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കപ്പെടുവാൻ കർത്താവെ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറവുകളും ഞങ്ങൾ ഏറ്റുപറയുകയാണ്. നിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ആ ഒരു വലിയ ബോധ്യത്തോടുകൂടെ തുടർന്നുള്ള കുമ്പസാര പ്രാർത്ഥനയിൽ ഞങ്ങളുടെ തെറ്റുകൾ നിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പുതുക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിൽ ശുശ്രൂഷിക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ട്.